വണ്ടിയിലൊരു പെണ്ണ് കയറിയടാ. പെണ്ണ് വണ്ടി കയറിയോടാ എന്നോട് ചോദിക്കാ ഗാഡി മേ എക് പീസ് സിഗരറ്റ് ആണ്. എൻ്റെ പോലെ ഞാനില്ലാന്ന് പറഞ്ഞു. ഇല്ലാന്ന് പറഞ്ഞാൽ ഓക്കെ നോ പ്രോബ്ലം ഇങ്ങനെ ഇതൊരു പോലെ പറഞ്ഞു. എനക്കെന്തോ ആയിപ്പോടാ വെച്ചാൽ സിഗരറ്റ് വലിക്കൂല പറയുമ്പോൾ എനക്കെന്നെ എന്തോ പോലെ വെച്ചാൽ പെണ്ണ് വരെ സിഗരറ്റ് വലിക്കുന്നത്, എന്നിട്ട് ഞാൻ വലിക്കുന്നില്ല. എനക്കെന്തോ എൻ്റെ തൊലി ഉരുക്കി പോയ പോലെ ആയിപ്പോയി. സിഗരറ്റ് എന്നുവെച്ചാൽ ബാംഗ്ലൂരില്ലേ, നമ്മളിപ്പോൾ നൈറ്റ് ഫുഡെല്ലാം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ കയറിയാൽ നേരെ നടുക്ക് നിന്നാണ് പൊമ്പിള്ളേർ ഇങ്ങനെ വലിക്കുന്നത്, റോഡ് നിന്നിട്ടുണ്ടാവും വലിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ പിള്ളേരുണ്ടാവും, ആ പിള്ളേരല്ലേ മലയാളി പിള്ളേരെല്ലാം ഉണ്ടാവും സൈഡിൽ പോയിട്ട് വലിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ വലിക്കുന്നത്. പക്ഷെ പെമ്പിള്ളേരില്ലടാ നടുക്ക് നിന്നിട്ടുണ്ടാവും വലിക്കുന്നത്. എന്നാൽ സംഭവം അറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ എയർപോർട്ടിലേക്ക് വരുമ്പോൾ ആളെ ആളെ ഇറക്കിക്കഴിഞ്ഞാൽ ചോദിച്ചോ എല്ലാവരും വിളിച്ചു അവിടെ പോയാലോ പറഞ്ഞു. മലയാളിയാ. നോക്കുമ്പോൾ അയാളെ കയ്യിൽ സിഗരറ്റ് പെട്ടിയുണ്ട്, പക്ഷെ അതിൽ 2 ഉള്ളൂ. അയാൾ പറഞ്ഞു എയർപോർട്ടിലേക്ക് പോയി സിഗരറ്റ് ഉണ്ട്, ഒരു വേറെ കുലുമല കയ്യിലുണ്ട്, എൻ്റെ തന്നെ. ഞാൻ വലിക്കില്ല പറഞ്ഞു. എന്തെങ്കിലും ചാടിക്കാൻ കൊടുത്തല്ലെങ്കിൽ നീ അത് ചാടിക്കാന്ന് പറഞ്ഞു. ഞാനിൻ്റെ ഇപ്പോൾ അടുത്ത് റൂമിലല്ല, റൂമിൽ ബാഗ് കൊണ്ടുപോയിട്ടുണ്ട്. അതിനിപ്പോൾ റൂമിലുള്ള ആർക്കെങ്കിലും എത്തിക്കണം, ഒരു ശരിയായ അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കണം. അല്ലെങ്കിൽ ഗിവ് അവേ ചെയ്താലോ, 2 സിഗരറ്റ് ഉണ്ട്, ഗിവ് അവേ കൊടുത്താലോ. പിന്നെ എൻ്റെ അക്കൗണ്ട് 10K അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു ഗിവ് അവേ വെക്കണം, ഒരു അടിപൊളി ഗിവ് അവേ. 10K അടിക്കും. ഇപ്പം 7000 ആകാനായി, ഇനിയും വേണം 300 വേണം. പക്ഷെ 10K അടിച്ചാൽ 300 3000 അല്ലേ, 7000 ഇപ്പം 7000 ആകാനായി, ഇനിയൊരു 3000 കൂടി വേണം. ഒരു അടിപൊളി ഗീവ് അവേ സെറ്റാക്കുന്നുണ്ട്. എന്നാൽ അപ്പം ഫോളോ ചെയ്യാത്തരെല്ലാം ഫോളോ ചെയ്ത് ഫോളോവേഴ്സ് കൂട്ടിത്താ. ഓക്കെ.